അടുത്ത അധ്യക്ഷ പ്രസംഗമാണ്. പ്രോഗ്രാം ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. വളരെ തിരക്ക് പിടിച്ചെങ്കിൽ മാത്രമേ ഇത് 9:30 കഴിയുമ്പോഴെങ്കിലും അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇത് യോഗമല്ലല്ലോ, ധൃതി വെച്ച് പോകാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകിയ ആ താലന്തുകൾ ദിവസം വിനിയോഗിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കാൻ നമുക്ക് അല്പസമയം എടുത്താലും ഈ രാത്രിയിലെ പ്രോഗ്രാമിൽ ശ്രദ്ധിക്കണം. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദിവദാസന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ സൺഡേ സ്കൂൾ PVP ചുമതലയുള്ളതായ കീഴ്വായ്പൂർ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന സന്തോഷിനെയും കൂടെ ഈ രാത്രി ഇവിടെ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. കുഞ്ഞുങ്ങളോട് കാര്യം ഓർപ്പിച്ചു, അദ്ദേഹത്തെ ക്ഷണിച്ചു. ഈ രാത്രി അദ്ദേഹത്തോടെയുണ്ട്. എന്നാൽ ഈ രാത്രി തന്നെ തനിക്ക് അദ്ദേഹത്തിന് കോട്ടയത്ത് നടക്കുന്ന ഒരു ചെറിയ മീറ്റിംഗിൽ സംബന്ധിക്കേണ്ടതുള്ളതുകൊണ്ട് ഇതിനിടയിലുള്ള സമയം അദ്ദേഹത്തിന്റെ സമയം ധൃതി ഉണ്ടെങ്കിൽ സമയം ക്രമീകരിച്ച് തനിക്ക് കൊടുക്കുകയും ബാക്കി സമയത്ത് പ്രോഗ്രാമുകൾ ഭംഗിയായി നടക്കുകയും ചെയ്യുന്നതായിരിക്കുമെന്ന് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഒരു നിമിഷം പോലും നമുക്ക് അധികം എടുക്കാനായിട്ട് ഈ പ്രോഗ്രാമിൽ കഴിയുകയില്ല. ആ നിലയിൽ നാം അറേഞ്ച് ചെയ്തതായ ഒരു പ്രോഗ്രാം ലിസ്റ്റ് ഇവിടെയുണ്ട്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിലായിരിക്കുന്ന ദിവസം വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഒരു വലിയ സഭയിൽ മാത്രമല്ല, വിവിധ സഭകളിലെ കുഞ്ഞുങ്ങൾ ഈ രാത്രി സൺഡേ സ്കൂളിൽ സംബന്ധിക്കുന്നുണ്ട്. അവരുടെ മാതാപിതാക്കളൊക്കെ ഇവിടെ സംബന്ധിക്കുന്നു. അവരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും സംരക്ഷിക്കാനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. PVPA സൺഡേ സ്കൂൾ പ്രോഗ്രാമുകൾ, ശുശ്രൂഷകൾ എന്ന് പറയുന്നത് ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളാണ്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് ദൈവത്തിനവനെ പറയുന്നു. തിരുവനന്തപുരത്തിൽ ഓർപ്പിക്കുന്നത് ബാലൻ നടക്കേണ്ടുന്ന വഴിയുണ്ട്, നടക്കുന്ന വഴിയുണ്ട്. ഇതൊരു ന്യൂ ജനറേഷൻ തലമുറയാണ്. ഈ തലമുറയുടെ പ്രത്യേകത കുഞ്ഞുങ്ങൾ തങ്ങൾക്ക് ബോധിച്ചതുപോലെയൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ ഒന്നും അവരെ ഒരു പരിധിക്കപ്പുറം ശിക്ഷിക്കാനും ശാസിക്കാനും കഴിയുകയില്ല. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അനേകരെ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ പറയുന്നത് മനസ്സ് വളരെ ദുർബലം, അവരുടെ മനസ്സ് കരുത്തുള്ളതല്ല. പണ്ടത്തെ കുഞ്ഞുങ്ങളുടെ മനസ്സിന് കരുത്തുള്ളതായിരുന്നു. കാരണം അവർ കൂട്ടുകുടുംബത്തിൽ വളർന്നു. സ്വാഭാവികമായി തന്നെ അതുകൊണ്ട് ജീവിതത്തിന്റെ കാര്യങ്ങൾ പലതും പഠിച്ചു. ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ, ഒന്നിച്ച് കളിക്കാൻ, ഒന്നിച്ച് കുടിക്കാൻ, ഒന്നിച്ച് കൂട്ടുകാരോട് സംഭവിക്കാൻ, 10 രൂപ കൈ കൊടുത്താൽ കടയിൽ പോയി സാധനം മേടിച്ചോണ്ടെന്ന് പറഞ്ഞാൽ അവൻ 8 രൂപയുടെ സാധനം മേടിച്ച് ബാക്കി 2 രൂപ മിഠായി മേടിച്ചുകൊണ്ട് വരും. അവനെന്നെ കണക്കറിയാം. കൊച്ച പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ ചെറിയ പ്രായം മുതൽ അമ്മമാരുടെ അടുക്കളയിലും മറ്റു കാര്യങ്ങളൊക്കെ അവരെ ശീലിപ്പിക്കും. ആരാധനയിൽ ആത്മീയ കാര്യങ്ങൾക്ക് സഹോദരന്മാർ കുഞ്ഞുങ്ങളൊക്കെ ഉത്സാഹിച്ചവരെ ഉണർത്തും. അങ്ങനെയൊക്കെയുള്ള ഒരു പഴയ കാലം ഉണ്ടായിരുന്നു. ആ കാലം മാതാപിതാക്കളോട് ചേർന്ന് ആരാധനയ്ക്കൊക്കെ പോവുകയും കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു നല്ല കാലമായിരുന്നു. ഇത് ഒരു ന്യൂ ജനറേഷനാണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരു പുതിയ ജനറേഷനാണ്. അവർക്ക് അവരുടേതായ ശീലങ്ങളുണ്ട്, ശീലക്കേടുകളുണ്ട്, അറിവുകളുണ്ട്. ഞാനിന്ന് അമേരിക്കയിലുള്ള എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് സംസാരിച്ച സംഭാഷണത്തിന്റെ ഭാഗത്ത് പറഞ്ഞ ഒരു പദം ഞാൻ ഓർപ്പിക്കാം. അമേരിക്കയിൽ നമ്മളെക്കാൾ ഉപരിയായി ഒരു ഓൾഡ് ജനറേഷനുമുണ്ട്, ന്യൂ ജനറേഷനുമുണ്ട്. ഓൾഡ് ജനറേഷന്റെ കഥകളോ ഇലിസ്ട്രേഷനോ ഉപകരണങ്ങളോ ഉദാഹരണങ്ങളോ തമാശകളോ ഒന്നും പറഞ്ഞാൽ ന്യൂ ജനറേഷനെ മനസ്സിലാകത്തില്ല. അവിടെയുള്ളവർക്ക് ഇവിടെയും വ്യത്യസ്തമല്ല. ഇവിടുത്തെ തലമുറയും മറ്റൊരു ജനറേഷനില്ല. അപ്പോൾ നമുക്ക് വലിയൊരു ടാസ്ക് ഉണ്ട്. പഴയ ദേവദാസന്മാരെക്കാൾ ഉപരി പണ്ടത്തെ ദേവദാസന്മാർ പഴയ തലമുറയോട് സംസാരിക്കുന്നത് പോലെ ഇന്ന് ന്യൂ ജനറേഷനോട് സംസാരിച്ചാൽ നമ്മൾ പറയുന്നത് ഒന്നും അവർക്ക് മനസ്സിലാകുകയില്ല, ഒന്നും അവർക്ക് പിടികിട്ടുകയില്ല. അപ്പൊ അതുകൊണ്ട് അവർ ഒരിക്കലും നമ്മളിലേക്ക് കയറി വരാൻ ബുദ്ധിമുട്ടാണ്. നാം അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ച് പറയുന്നു. കർത്താവ് ഗുരുവായിരുന്നു, ഉപദേഷ്ടാവായിരുന്നു, റബിയായിരുന്നു, ദൈവമായിരുന്നു. ഇതൊക്കെ ആയിരുന്നപ്പോൾ തന്നെ യേശു പറഞ്ഞൊരു പദം മറന്നുകൊണ്ടല്ല, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്. ദൈവരാജ്യം ഇങ്ങനെ ഉള്ളവരുടേതല്ലോ. കർത്താവ് മറ്റൊരു പദം കൂടെ തിരുവനന്തപുരത്തിൽ പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ ഒരു നാൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോ നമ്മൾ തിരിയണം. എങ്ങനെ തിരിയണം? തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം. ശിശുക്കളെ പോലെ നാം തിരിയുമ്പോൾ, അവരുടെ മനസ്സുള്ളവരായി മാറുമ്പോൾ, നാം മാതാപിതാക്കളും അധ്യാപകരും സൺഡേ സ്കൂൾ PVPA ചുമതലക്കാരും ദൈവദാസന്മാരും എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ നെക്സ്റ്റ് ജനറേഷനെ നേടണമെങ്കിൽ നമ്മുടെ പ്രസംഗം മാത്രം പോരാ, നമ്മുടെ പ്രഭാഷണങ്ങൾ മാത്രം പോരാ, അവരിലേക്ക് തിരിഞ്ഞ് അവരുടെ മനസ്സ് നാം മനസ്സിലാക്കാൻ, മനസ്സ് റീഡ് ചെയ്യാൻ നമുക്ക് കഴിയണം.
ഇന്നത്തെ സഭകൾ പരാജയപ്പെട്ടു പോകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇതല്ലാതെ മറ്റൊന്നല്ല. നമ്മുടെ തലമുറകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തിനേറെ സഭ ഒരു വീട്ടിലുള്ളവരെ, കൊച്ചു കൊച്ചു കമ്മ്യൂണിറ്റിയിലുള്ളവരെ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക സമൂഹത്തെ നാം പാർക്കുമ്പോൾ അവർ ടാസ്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ദൗത്യം വളരെ വിലപ്പെട്ടതാണ്, നമ്മുടെ ജോലി വളരെ ദുഷ്കരമാണ്. ആകയാൽ വളരെ പ്രത്യാശയോടെ ആയിരിക്കാം. അധ്യക്ഷ പ്രസംഗം എന്നുള്ള നിലയിൽ എനിക്ക് സമയം വന്നിട്ടുണ്ടെങ്കിലും ആ സമയത്തെ കൊണ്ട് 2 മിനിറ്റ് കട്ട് ചെയ്ത് ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കൺവെൻഷനൊക്കെ വെക്കുന്ന പോലെ ഞാനിവിടെ ടൈമർ വെക്കും. ആമേൻ. എൻ്റെ പിമ്പിലും എൻ്റെ മുമ്പിലും ശുശ്രൂഷിക്കുന്നവർ മനസ്സിലാക്കാനായിട്ട്, കാരണം ആ ടൈമിൽ 1 മിനിറ്റ് പോലും അധികം എടുക്കാൻ നമുക്ക് പറ്റില്ല. കാരണം കറക്റ്റ് ടൈമിൽ നമുക്കത് അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് നിങ്ങൾ ദയവായി ഈ ടൈമറിനോടും ഈ പ്രോഗ്രാമിനോടും സഹകരിക്കണം എന്ന ദയവായി കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രോഗ്രാം